ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله. സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ ജീവിതത്തിൽ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണം ചൊല്ലും സ്വന്തത മറക്കാണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ ഉപദേശിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഇമാമുൽ മുവഹിദീൻ ചൊല്ലിക്കുന്നു. എന്തെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇമാമുൽ മുവഹിദീൻ ചൊല്ലു അറിയപ്പെടുന്നില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല കലിമത്തു ഷഹാദ അത് നിപ്പാട്ട് വയ്ത്ത് അത് ദഅവത്താക്ക് വയ്ത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റായത്തിൽ അയാൾ അത്രയും കഷ്ടപ്പെട്ടു. എങ്ങനെ ചൊല്ലിട്ടാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലതായ കലിമത്ത് ദഅവത്താക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒട്ടിಗೆ ഇന്നത് ഇബ്രാഹിം നബിയുടെ പെഞ്ഞായും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്ക മാത്രം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കിയിട്ട് ഭക്തി കൊമ്മനായ അബ്ബ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എതിരേറ്റി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സുൽത്താനായത്തെ ആൽമാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എതിരേറ്റിനാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റായത്തുള്ള രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എതിരേറ്റി. ഈ അവസ്ഥയിൽ ഇത്രയും കഷ്ടത്തെ അവസ്ഥയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അയാളുടെ ദഅവത്ത് അയാളുടെ തൗഹീദുള്ളായ ദഅവത്ത് അയാൾ മുന്നോട്ട് പോയോട്ടേ അയാൾ നിപ്പാട്ടിട്ടില്ല. അത് മാത്രമല്ല സത്യവിശ്വാസിമാരെ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങളുടെ കേൾക്കുന്നതായ ഒരു ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യനിൽ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിനെ സംബന്ധിച്ച് തൗഹീദുള്ള ദഅവത്തിനെ സംബന്ധിച്ചുള്ളതായ അയാളുടെ ആ ഉറപ്പ് അത് നമുക്ക് വ്യക്തമാവും. അയാൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു ചൊല്ലുന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിന്റെ കേൾക്കൽ وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله. وآلمارا من الله سبحانه وتعالى അല്ലാഹു അല്ലാഹുവിനെ കല്ലറും മുന്നറും അതുപോലെ മറച്ചവനെ ദിക്റില് നിങ്ങൾ പേടിക്കില്ലാണ്ടായെങ്കിൽ പിന്നെ നിങ്ങൾ എന്തൊക്കെ പേടിക്കണോ ചോദിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ക്വസ്റ്റ്യൻ ആ ആൽമാരുടെ കേക്ക്. എങ്ങനത്തെ അവസ്ഥയിൽ എല്ലാ അബ്ബ എതിരു എല്ലാ റായത്തെ ആൽമാർ എതിരു അതുപോലെ ആ റായത്തെ രാജാവും എതിരിക്കുന്ന അവസ്ഥയിൽ ഇബ്രാഹിം നബി അങ്ങനത്തെ ചൊല്ലായ പൽക്കൈക്ക് നിങ്ങൾക്ക് അല്ലാഹു അല്ലാഹുവിനെ വിളിച്ചിട്ട് ആരാധിക്കൊരു പേടിയില്ലാണ്ടായെങ്കിൽ പിന്നെ നിങ്ങൾ എന്തൊക്കെ പേടിക്കണോ ചോദിക്കുന്നത്. സത്യവിശ്വാസിമാരെ ഇത് ഇപ്പോഴും മുഅ്മിനീന യഥാർത്ഥ മുവഹിദരെ പൽക്ക ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പൽക്ക ഇരിക്കുന്നു. സത്യവിശ്വാസിമാരെ അതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചരിത്രത്തിൽ
ನಂಗೆ ಕಿಟ್ಟದಾಯ ಪಾಡ ಅಯಲ್ಲಿ ತೌಹೀದ್ಗೆ ಎತ್ತರ ಶ್ರಮಿಸಿರು ತೌಹೀದ್ ಸ್ಥಾಪಿಸಬಹುದು ಅದಕ್ಕೆ ದಾವತ್ ಹಾಕಬಹುದು ಎತ್ತರ ಶ್ರಮಿಸಿರು ಅದೇ ಈ ಚರಿತ್ರದಲ್ಲಿ ನಂಗೆ ಕಿಟ್ಟದಾಯ ಪಾಡ ನನಗೆ ಕುತೂಹಲ പഠിച്ചു പോകേണ്ടതായ വിഷയ ഒന്നാമത്തേത് അൻവാഉ തൗഹീദ് രണ്ടാമത്തേത് അഹ്മിയത്തു തൗഹീദ് മൂന്നാമത്തേത് ഫളു തൗഹീദ് ഈ മൂന്ന് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ കുതുബിൽ ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തേത് തൗഹീദിന്റെ അൻവാ തൗഹീദിന്റെ ടൈപ്സ് പണ്ഡിതന്മാർ ഈ തൗഹീദിന്റെ അൻവാറെ വിശദീകരിച്ച് சொன்னது ഒന്നാമത്തേത് തൗഹീദു അർ-റുബൂബിയ്യ എന്ന രീതിയിൽ അത്ത്-തൗഹീദു അർ-റുബൂബിയ്യ ചൊല്ലണ്ടായി തൗഹീദു റുബൂബിയ്യ ചൊല്ലണ്ടായെങ്കിൽ മൂന്ന് കാര്യം ഉൾക്കൊള്ളുന്ന തൗഹീദുർ റുബൂബിയ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാലിഖും മാലിക്കും മുദബ്ബിറിന്റെ വിശ്വസിക്കുന്ന തൗഹീദുർ റുബൂബിയ്യ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബി ദിക്റാണ്ട് അല്ലാഹു പലമോതും ചൊല്ലുന്നു അത് ഒരു തെളിവേ ദിക്ർ സാധാരണ എല്ലാ നിസ്കാരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ ലോകത്തെ റബ്ബായ അല്ലാഹുവേ ദിക്ർ സ്തുതി അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബി ദിക്ർ ചൊല്ലതായ തെളിവേ രണ്ടാമത്തെ തൗഹീദ് അൽ ഉലൂഹിയ്യ എന്നീ ദിക്ർ അൽ തൗഹീദ് അൽ ഉലൂഹിയ്യ തൗഹീദ് അൽ ഉലൂഹിയ്യ ചൊല്ലണ്ടായെങ്കിൽ ഇബാദത്ത് അല്ലാഹു മാത്രമാക്കേ അതായത് ഇബാദത്തിന് അർഹതയില്ല അല്ലാഹു അല്ലാതെ ആരും ഇല്ല ചൊല്ല ഒരു വിശ്വാസത്തിന്റെ തൗഹീദ് അൽ ഉലൂഹിയ്യ അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ് ഇതിൽ തൗഹീദുൽ ഉലൂഹിയ്യ മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് അല്ലാഹുവിന്റെ പേരിലും അല്ലാഹുവിന്റെ വിശേഷണത്തിലുള്ളതായ വിശ്വാസം അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടെന്തേ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും എങ്ങനെ ദിക്ർ അല്ലാഹു ഇന്ന പേരുണ്ട് ചൊല്ലി സ്ഥിരപ്പെടുത്തിയ ഇന്ന വിശേഷണ സിഫത്തുണ്ട് ചൊല്ലി സ്ഥിരപ്പെടുത്തിയ അതുപോലെ സ്ഥിരപ്പെടുത്തി ദിക്ർ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ചൊല്ലുക ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ അസ്-സമീഉൽ ബസീർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനെ പോലെയല്ല അല്ലാഹു എന്നിനെ പോലെ സദൃശമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് യോജിച്ച രീതിയിൽ അവർക്ക് സിഫത്തുണ്ട് ഇതിനെ വിശദീകരിച്ചത് പണ്ഡിതന്മാർ നമുക്ക് പടിവാട്ടിട്ടുണ്ട് ഇതേ ദിക്ർ സത്യവിശ്വാസിമാരെ തൗഹീദിന്റെ അൻവാ രണ്ടാമത്തേത് അഹ്മിയത്തു തൗഹീദ് തൗഹീദിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ തൗഹീദിന്റെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ മനുഷ്യന്മാരും ജിന്നുമാരും സൃഷ്ടിക്കപ്പെട്ടതായ കാരണം അത് തൗഹീദിന്റെ അല്ലാഹുവിനെ മാത്രം ഇബാദത്താക്കി ജീവിക്കുകയും ഈ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരും ജിന്നും സൃഷ്ടിച്ചു അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നത് കാണാം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ഞാൻ മനുഷ്യന്മാരും ജിന്നുമാരും സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിച്ച് ജീവിക്കുകയും ഇത് ഒന്നാമത്തെ പ്രാധാന്യം രണ്ടാമത്തെ തൗഹീദിന്റെ പ്രാധാന്യം തൗഹീദ് ചൊല്ലുന്നത് അടിമ അല്ലാഹു കൊടുക്കുന്നതായ ഒരു ഹഖ് അല്ലാഹു കൊടുക്കുന്നതായ ഒരു അവകാശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചൊല്ലു കുന്തു റദിഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര റസൂലിനെ പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു കേക്കറ് ഹൽ തദ്രി ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വഹഖ്ഖുൽ ഇബാദി അലല്ലാഹ് യേ മുആദ് അടിമകൾ അല്ലാഹുവിന്റെ മേലുള്ളതായ അവകാശം എന്തെന്ന് അതുപോലെ അല്ലാഹു അടിമമാരുടെ മേലുള്ള അവകാശം എന്തെന്ന് എനിക്ക് ഓർത്തുണ്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചൊല്ലു അല്ലാഹു വറസൂലുഹു അഅലം അപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലു ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദ് അടിമകൾ അല്ലാഹുവിന്റെ മേലുള്ളതായ ഹഖ് അയ്യഅ്ബുദൂഹു വലാ യുശ്രികു ബിഹി ശൈഅ അല്ലാഹുവിനെ മാത്രം ഇബാദത്താക്കണേ അല്ലാഹുവിന്റെ ഒരു ശരീരം വെക്കാട്ട് അല്ലാഹുവിനെ മാത്രം ഇബാദത്താക്കിയിട്ട് അടിമകൾ അല്ലാഹുവിന്റെ മേലുള്ളതായ ഹഖ് വഇന്ന ഹഖ്ഖല്ലാഹി വഇന്ന ഹഖ്ഖൽ ഇബാദി അലല്ലാഹ് അല്ലാഹു അടിമകളുടെ മേലുള്ളതായ ഹഖ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക ബിഹി അല്ലാഹുവിന്റെ ശിർക്കാത്തതായ ആൾമാരെ ശിക്ഷിക്കാണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമമാരുടെ മേലുള്ള ഹഖ് ഇതേ സത്യവിശ്വാസിമാരെ രണ്ടാമത്തെ പ്രാധാന്യം മൂന്നാമത്തേത് ഈ തൗഹീദിലെ അഹ്മിയത്തിലെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൗഹീദ് ചൊല്ലുന്നത് ഒരു റസൂലുമാരെ ഓരോ സമുദായത്തിലും
അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽമാരെ കടിച്ചതായ ലക്ഷ്യം കടിച്ചതായ ഏം അത് തൗഹീദിലേക്ക് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത് നേരിട്ടും ഓരോ സമുദായത്തിലെ ഞങ്ങൾ റസൂൽമാരെ കടിച്ചില്ല പ്രവാചകന്മാരെ കടിച്ചില്ല എന്ത് അൻ യഅ്ബുദുല്ലാഹ അല്ലാഹുവിനെ മാത്രം ഇബാദത്താക്കുക വജ്തനിബു ത്വാഗൂത്ത് അല്ലാഹു അല്ലാത്ത ദുർമൂർത്തികളെ വിട്ടുതു അല്ലാഹുവിനെ മാത്രം ഇബാദത്താക്കുക അതായത് തൗഹീദിനെ ഏറ്റുപാടുന്ന ഓരോ സമുദായത്തിലെ ഞങ്ങൾ റസൂൽമാരെ കടിച്ചില്ല അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون رسول الله صلى الله عليه وسلم الله جوكو يا رسولي നിങ്ങൾ മുന്നോട്ട് ഞങ്ങൾ ചൊന്ന പ്രവാചകന്മാരെ കടിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദിനെ ദിക്റിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ചൊല്ലിട്ട് കാണാം അപ്പോൾ റസൂൽമാരെ കടത്തുള്ളതായ കാരണം അത് തൗഹീദിനെ ദിക്ർ നാലാമത്തെ തൗഹീദിന്റെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആദ്യ ആൾമാർക്ക് ദഅവത്ത് ആക്കുനായത് തൗഹീദിനെ ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ കടത്തിയപ്പോൾ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു യാ മുആദ് ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ് നീ വേദ ഗ്രന്ഥ കൊടുത്തതായ ഒരു ഖൗമിലേക്ക് നീ കാണാൻ പോകുന്നത് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫല്യകുൻ അവ്വലു മാ തദ്ഉഹും ഇലൈഹി شهادة أن لا إله إلا الله وأن محمد رسول الله يا معاذ لأن فشت أنت دعوتك ونايد لا إله إلا الله محمد رسول الله صلى الله عليه وسلم كلمة الشهادة جيدك أبا توحيد சொல்றது ஒரு ஆளுக்கு دعوتك مبشرا முந்திக்கனாயது توحيد இருக்கு ഇതിന്റെ സത്യവിശ്വാസിമാരെ ഈ തൗഹീദിന്റെ പ്രാധാന്യം അതുപോലെ മൂന്നാമത്തെ വിഷയം ഈ തൗഹീദിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം ഈ തൗഹീദ് ചൊല്ലുന്നത് അടിമവാദ ജീവിതത്തിൽ അങ്ങനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതായ ഒരു കാര്യത്തിന്റെ തൗഹീദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൊല്ലു മൻ ലഖിയ അല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅ ദഖലൽ ജന്ന ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശിർക്കാത്ത അവസ്ഥയിൽ നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാനാ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും അതുപോലെ വമൻ ലഖിയഹു യുശ്രികു ബിഹി ദഖലൻ നാർ ഇനി ആരെങ്കിലും നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ശിർക്കാക്കിട്ട് കണ്ടുമുട്ടാണ്ടെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൽ ജന്ന ആരെങ്കിലും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ചിട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാനെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഇതിന്റെ ഒന്നാമത്തെ ഫضل രണ്ടാമത്തേത് തൗഹീദ് ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് ഒരു അടിമ ജീവിതത്തിൽ പങ്കതായ തപ്പുരെ മാഫാക്കറിക്കുക ഒരു ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ആദം ലൗ ബലഗത് ദുനൂബുക അനാന السماء ثم استغفرتني غفرت لك ولا أبالي യാ ആദം റസൂലുള്ളാഹി നിങ്ങളെ തപ്പു ആകാശത്തോട് നിങ്ങൾ തപ്പാക്കിട്ട് പിന്നെ നിങ്ങൾ തൗബാക്കറാറുണ്ടായെങ്കിൽ ആ തൗബനാണ് മാഫാക്കര യബ്ന ആദം യാ ആദം റസൂലുള്ളാഹി ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفرة യാ ആദം റസൂലുള്ളാഹി നിങ്ങൾ ഭൂമിയോട് തപ്പാക്കിട്ട് നന്റെ നാളെ കണ്ടുമുട്ട എങ്ങനത്തെ അവസ്ഥയിൽ നന്റെ ശിർക്കാക്കാത്ത നന്റെ മാത്രം പ്രാർത്ഥിച്ചതായ അവസ്ഥയിൽ നന്റെ കണ്ടുമുട്ടാറുണ്ടായെങ്കിൽ നിങ്ങൾക്കതായ എല്ലാ തപ്പുകളും ഞാൻ മാഫാക്കാറുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ ചൊല്ലുന്നത് നമുക്ക് കാണാം അതേ സത്യവിശ്വാസിമാരെ തൗഹീദിന്റെ ഫضل ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമമാർക്ക് അത്രയും ഈസിയായി കൊടുത്തിരിക്കുന്നത് ഇതിലെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കേട്ടതിൽ അമലാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين إنه هو الغفور الرحيم
الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. സത്യ വിശ്വാസിമാർ അങ്ങ് പഠിച്ചു വന്നതായ വിഷയ അൻവാഉ തൗഹീദ്, അഹ്മിയത്തു തൗഹീദ്, ഫദ്ലു തൗഹീദ്. സത്യ വിശ്വാസിമാർ ഞങ്ങളെ നഫ്സിട്ട ആക്കോനായ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഓരോരുത്തരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ആക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്നു തൗഹീദ് ചൊല്ലതായ പ്രകാശ. ഈ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു ചൊല്ലതായ ഒരു തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വേണം. അപ്പോൾ ഈ തൗഹീദിലെ ശ്രേഷ്ഠത ഞങ്ങളുടെ മനസ്സിൽ, അതിലെ അഹ്മിയത്ത് ഞങ്ങളുടെ മനസ്സിലേക്ക് അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നത് അഫമൻ ശറഅ അല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു അടിമക്ക് ദീനുൽ ഇസ്ലാം വരെ അവരുടെ മനസ്സിലെ ദീനുൽ ഇസ്ലാം തുറന്നു കൊടുക്കാനായിട്ടായെങ്കിൽ അവന് അല്ലാഹുവിന്റെ പ്രകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വർത്തത് അവന്റെ മുവഹിദാക്കനായിട്ടായെങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിലേക്ക്. സത്യവിശ്വാസിമാരെ ഇതിനെ തിരിച്ചറിഞ്ഞിരിക്കണം ഞങ്ങൾ ജീവിക്കാനായി. അപ്പൊ ഈ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച്, ഈ തൗഹീദിനെ സംബന്ധിച്ച്, ഈ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഗൗരവമാണ് ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറിയ വലിയ തപ്പൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാഫാക്കി തരട്ടെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും സീക്ക് വന്ന ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ കൊടുക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين والبدعه والمبتدعين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم انا نسالك الهدى والتقى والعفافه والغنى. اللهم إنا نسألك الهدى والتقى والعفافة والغنى. اللهم إنا نسألك الهدى والتقى والعفافة والغنى. اللهم لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين إنه هو الغفور الرحيم.